അടുത്തായിട്ട് കെ വി സഞ്ജീവ് സാറ് പുതിയ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനമാണ്. ആ പുസ്തകത്തിൻ്റെ ശീർഷകം തന്നെ വളരെയേറെ പ്രത്യേകതകളുള്ളതാണ്. ഒരു നടപ്പ് ദീനക്കാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ്. സാർ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ആസ് എ റീഡർ എന്നുള്ള നിലയിൽ ഒരു വായനക്കാരൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഒരു നടപ്പ് ദീനക്കാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. തീർച്ചയായിട്ടും അതിനകത്തൊരു വലിയ തൃശ്ശൂർ പൂരം കാണും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വലിയ ആത്മസംഘർഷം. ഇപ്പോൾ നേരത്തെ സാജൻ സാറോട് സൂചിപ്പിച്ചു കുഞ്ഞിരാമൻ നായരുടെ കവിത. ആ കവിതയുടെ ഒരു അന്തരിന്ദ്രിയ സംഘർഷം അദ്ദേഹത്തിൻ്റെ രചനകളിലെല്ലാം ഉണ്ട്, ഇതിനകത്ത് ഉണ്ടാകും എന്ന് എനിക്ക് കരുതുന്നു. ഇത് കവർ പ്രകാശനം ചെയ്യുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ ജോയിന്റ് രജിസ്ട്രാറായി റിട്ടയർ ചെയ്തിട്ടുള്ള KP ശശികുമാർ സാറാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഈ കവർ പ്രകാശന ചടങ്ങിലേക്ക് ക്ഷണിച്ചു. ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, എന്നെ സംബന്ധിച്ചത് വളരെ അപ്രതീക്ഷിതവും അവിചാരിതവുമായിട്ടുള്ള ഒരു യോഗം. വളരെ യാദൃച്ഛികമായിട്ടാണ് യഥാർത്ഥത്തിൽ ഞാനിവിടെ എത്തിപ്പെട്ടത്. ഞാൻ നാളെ എനിക്ക് വേറൊരു പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നതായിട്ടുണ്ട്. ഞാൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ടിൽ നിന്ന് ഇവിടെ വന്ന് സാജനും സഞ്ജീവൊക്കെ എൻ്റെ പഴയ സുഹൃത്തുക്കളാണ്. ഞാനിവിടെ വന്നപ്പോഴാണ് സാജൻ പറഞ്ഞത് ഇങ്ങനെ സഞ്ജീവിൻ്റെ പുസ്തക പ്രകാശനം ഇവിടെയുണ്ട്. സഞ്ജീവിൻ്റെ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ഈ പുസ്തകവും ഞാൻ വായിച്ചിട്ടില്ല. ഈ പുസ്തകത്തിൻ്റെ കവറ് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു എന്നുള്ളതല്ലാതെ എന്നിട്ട് ആ സാജന പുസ്തകത്തിനെ കുറിച്ച് എന്നോട് സംസാരിക്കുകയുണ്ടായിരുന്നു. രാവിലെ വായിക്കും തീർച്ചയായിട്ടും. അത് പിന്നെ ഒരു ഉറപ്പ് മാത്രം തരാനേ പറ്റുള്ളൂ. എനിക്ക് സഞ്ജീവുമായിട്ടുള്ള പരിചയം, സാജനും സഞ്ജീവുമായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രാജുവേറ്റ് കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. ഞാനിവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇവരുടെ സമകാലികനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചത്. ആ സമയത്ത് വളരെ യാദൃച്ഛികമായിട്ടാണ് ഇവരെ കേട്ട് കണ്ടുമുട്ടാൻ വേണ്ടി ഇടയായത്. അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഇവിടെ പോകുന്നില്ല. പക്ഷെ അതിനുശേഷം, ആ ഒരു കണ്ടുമുട്ടലിന് ശേഷം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലേക്ക് പബ്ലിക് ലൈബ്രറിയിലേക്ക് തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചകളിലും കയറി വരുന്ന, പബ്ലിക് ലൈബ്രറിയുടെ അടുത്താണല്ലോ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ. ഞാൻ ആ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ അന്തേവാസിയാണ്. ആ സമയത്ത് അന്ന് പബ്ലിക് ലൈബ്രറിയിലേക്ക് എല്ലാ സമയത്തും കയറി വരുന്ന സഞ്ജീവിൻ്റെയും സാജിൻ്റെയും രൂപവും ഭാവവും ഒക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പബ്ലിക് ലൈബ്രറിയിലേക്ക് വരും, അവർ അവിടെ നിന്ന് പുസ്തകങ്ങൾ എടുക്കും. അതിനുശേഷം തൊട്ടപ്പുറത്ത് എൻ്റെ മുറിയിലേക്ക്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ 103-ാം നമ്പർ മുറി, ആ മുറി എനിക്കിപ്പോഴും നല്ല ഓർമ്മ. ആ മുറിയിലേക്ക് വരും. അത് ഞങ്ങളിങ്ങനെ കഥയും കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ നഗരത്തിലൂടെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് അലഞ്ഞു തിരിയും. അങ്ങനെയുള്ള സായാഹ്നങ്ങളിലാണ് ഞങ്ങളുടെ പരിചയം എന്ന് പറയുന്നത് ദൃഢമാകും. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വഴിക്ക് പോയി, ഇവരുടേതായിട്ടുള്ള വഴിക്കും പോയി. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഞാൻ സാജനുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സഞ്ജീവുമായിട്ട് അങ്ങനെ എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. എവിടെയാണ് സഞ്ജീവ് എന്നുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ആലോചനകളിലൊക്കെ സഞ്ജീവ് ഇങ്ങനെ കയറി വരുമെന്നല്ലാതെ സഞ്ജീവുമായിട്ട് യാതൊരു ബന്ധമുണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ടൊരു 2-3 കൊല്ലം മുമ്പാണ്, കോഴിക്കോട്ട് PM നാരായണൻ എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നതിന് വേണ്ടി സാജനും സഞ്ജീവും ഒക്കെ അവിടെ ഒരുമിച്ച് കൂടുകയും, സാജൻ ഇച്ചിരി സാധാരണ രീതിയിൽ കോഴിക്കോട്ട് വന്നാൽ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. അങ്ങനെയാണ് അവരവിടെ ആ ഡോക്യുമെൻ്ററിയുടെ റിലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടാണ് ഏതാണ്ട് ഒരു 40 വർഷത്തിന് ശേഷം പിന്നെ ഞാൻ ആദ്യമായിട്ട് സഞ്ജീവിനെ കാണുന്നത്. സത്യത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ സംസാരിക്കുക എന്നുള്ളത് എന്താണ് ഒരിക്കലും സംഭവിക്കുന്ന കരുതിയൊരു കാര്യമല്ല. ഞാൻ ഇവിടെ വരുന്നത് എൻ്റെ സുഹൃത്ത് രാജുവായിട്ടാണ്. രാജു ചോദിച്ചു, തേങ്ങയും തെങ്ങും അല്ലാതെ വേറെ വല്ലതും കുറിച്ചും സംസാരിക്കാൻ എഴുതാനെന്ന് എനിക്കറിയാം, എന്തിനാണ് ഇങ്ങനെ വന്നത്.
സത്യത്തിൽ അത് തന്നെയാണ് അതിൻ്റെ കാര്യം. പക്ഷെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ചടങ്ങിന് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് സാജനൊക്കെ എപ്പോഴും പറയാറുള്ളത് പോലെ സൗഹൃദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹബന്ധത്തിൻ്റെയൊക്കെ വലിയൊരു കൂട്ടായ്മ അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് ഈ ഒരു 4 പതിറ്റാണ്ടിലേറെ ആയിട്ട് ആ സൗഹൃദത്തിൻ്റെ പൂക്കാലം തളിർത്ത് പൂത്ത് വീണ്ടും ശക്തിയായി തുടരുന്ന അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞ്, അതുപോലെ തന്നെ ആ കൂട്ടായ്മയിൽ, അടുത്തുള്ള ആ കൂട്ടായ്മയിലെ ഒരംഗത്തിൻ്റെ സർഗശേഷി ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സത്യത്തിൽ ഞാൻ വലിയൊരു വായനക്കാരനോ അല്ലെങ്കിൽ കലാസാഹിത്യമായിട്ട് അത്രയധികം അടുപ്പമുള്ള ആളൊന്നുമല്ല. ഈ രാജു പറഞ്ഞത് തന്നെയാണ് വളരെ സത്യം. പിന്നെ എനിക്ക് വേറൊരു ആശ്വാസമുള്ളത്, എന്നെക്കാളും രസികനാണ് എൻ്റെ സുഹൃത്ത് ബാങ്കർ എന്നുള്ള അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ അടുത്ത കൂട്ടായ്മയിലുള്ള അംഗങ്ങളിൽ എന്നെക്കാളും രസികന്മാരുണ്ട് എന്നുള്ളത് എനിക്ക് ആശ്വാസത്തിന് വക നൽകുന്നു എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കഥാപാത്രമായിട്ടൊക്കെ ഞങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വെള്ളായണി ദിനങ്ങളുടെ ഒരു ഗൃഹാതുരത്വം അതിനകത്ത് ധാരാളമായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഞാൻ എന്നെ ഇവിടെ വിളിച്ചതിന് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, സാധാരണ കാസർഗോഡ് സ്വദേശിയാണ് ഞാൻ, കാസർഗോഡിനെ എല്ലാ കാര്യത്തിലും അവഗണിക്കുന്നു എന്ന് പറയാറുണ്ട്. ആ അവഗണനയുടെ എന്താണ് അതിൻ്റെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വടക്കനായ നിന്നെ ഇവിടെ ഇരുത്തുന്നു കൂടി ഇവിടെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ അതൊക്കെ തന്നെയായിരിക്കാം. ഈ വെള്ളായണി ദിനങ്ങളുടെ എന്താണ് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളും അനുഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് സ്പർശിച്ചു പോയിട്ടുണ്ട്. പല തലങ്ങളുണ്ട്, പല അർത്ഥതലങ്ങളുണ്ട് എന്നാണ് നമ്മൾ കൂടുതൽ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നതെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാസർഗോഡിൻ്റെ ഒരു വളരെ ഉൾനാടൻ ഒരു പ്രദേശത്ത് നിന്ന് ഒരു എന്താണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പറിച്ചു മാറ്റി ഇവിടേക്ക് വന്ന 1982 ആ കാലത്ത് വലിയ അങ്കലാപ്പിനും വേവലാതിയിലേക്ക് ആയിരുന്നില്ല. സത്യത്തിൽ എന്താണ് ഒന്ന് ഇപ്പോൾ പറിച്ച് നടീലിൻ്റെ ഒരു ട്രാൻസ്പ്ലാന്റിങ് ഷോപ്പ്, അതോടൊപ്പം മറ്റു ഒരുപാട് വേവലാതികൾ, ഈ എന്താണ് നമ്മളെ ഹോം സിക്നെസിന്റെ പ്രശ്നങ്ങൾ, ഇവിടെ വന്നപ്പോൾ ഈ റാഗിങ് പോലെയുള്ള വലിയ ഫിസിക്കലി അങ്ങനെ വലിയ ഇല്ലെങ്കിലും റാഗിങ് തെറിവിളി കേൾക്കുമ്പോൾ തന്നെ കരച്ചിൽ വന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഈ വേവലാതിയുടെയും അങ്കലാപ്പിന്റെയും ഈ അരക്ഷിതത്വത്തിന്റെയും ഒക്കെ അതിനൊക്കെ മറികടക്കുന്നതിന് വലിയൊരു കരുതലും സ്നേഹത്തിന്റെ വലയും ഒക്കെ തീർത്ത് എന്നെ സംരക്ഷിച്ച മുതിർന്നവരുടെ സീനിയേഴ്സിന്റെ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളായിരുന്നു സാജനും സഞ്ജീവും ഒക്കെ. സത്യത്തിൽ ഞാൻ വളരെ ജൂനിയറാണ്, കാണുമ്പോഴും ഇവരിങ്ങനെ വളരെ നിത്യഹരിതന്മാരുടെ ഇരിക്കുന്നത് വലിയ ശല്യമാണ്. ഈ പൊതു ചടങ്ങിനൊക്കെ പോകും സഞ്ജീവ് സാജനും രാജു ഒക്കെ ഒരു ഗോദ്രജിന്റെ ഫലമൊക്കെ ഉണ്ട്. അപ്പൊ ഈ വെള്ളായണിയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വെള്ളായണിയിലെ ബസ്സുകളിൽ ആ റാഗിങ്ങിന്റെ വളരെ മൂർധന്യത്തിലുള്ള ദിവസങ്ങളിൽ മെസ്സിലെ മേശയിൽ എന്നെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് വളരെ രസകരമായ രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചോദിച്ചിട്ടാണ് സാജൻ എൻ്റെ പരിഭ്രാന്തിയൊക്കെ കുറച്ചിരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ ഞങ്ങളുടെ കൂട്ടായ്മ വളരെ വളരെ ശക്തിപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആ കൂട്ടായ്മയിൽ സർഗവൈഭവത്തിന് ഒട്ടും കുറവില്ലാത്ത ഏറെ കുറവുകളുള്ള എന്നെ പോലെയുള്ളവർക്ക് ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാനൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. അപ്പോൾ ഞാൻ ഈ വെള്ളായണിയിൽ വന്ന് ജോയിൻ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് വാർഡൻ പഴനിപ്പിള്ള സാറിൻ്റെ ഡെവലപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് റൂം മാറ്റി. അങ്ങനെ ഞാൻ ചെന്നത് സഞ്ജീവണ്ണൻ്റെ റൂമിലേക്കായിരുന്നു. അപ്പോൾ ആ റൂമിൽ എത്തിയിട്ട് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ വരുമ്പോഴേക്കും റൂമിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ ആ റൂമിൻ്റെ ഹോസ്റ്റൽ റൂമിൻ്റെ ഷെൽഫിൻ്റെ പാളിയിൽ പുറത്തെ പാളിയിൽ മനോഹരമായ കൈപ്പടയിൽ ഒരു കവിതയുടെ കുറേ വരികൾ, പിള്ളതീനി മറുതായുടെ പേക്കോളങ്ങൾ തുള്ളിയാർക്കുന്നു, കടമനിയുടെ കവിതയിലെ വരികളൊക്കെ എഴുതി വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ രീതിയിൽ. പക്ഷെ ആള് വളരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ഒച്ചയില്ലാതെ ഓരത്തൂടെ നടന്നു പോവുകയും ഏകാന്തത അനുഭവിക്കുന്നു എന്നുള്ളവർ ഏകാഗിയും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ധാരാളമായിട്ട് വായിക്കുന്ന ആളാണ്, കവിതയും ഇതൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളാണെന്നൊക്കെ മനസ്സിലായി. എനിക്ക് തോന്നി എന്തായാലും ഒരു വളരെ ഈ സാഹിത്യ കലാരൂപങ്ങളിൽ ഏറെ
അവഗാഹമുള്ള അല്ലെങ്കിൽ പാണ്ഡിത്യം എന്താണ് ആ അറിവ് ഇതൊക്കെ ഉള്ള ഒരാളുടെ കൂട്ടത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്നുള്ളത്, ആ സമയത്ത് നമ്മുടെ ഹോസ്റ്റലിലെ മ്യൂസിക് റൂം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷിലെ എന്താണ് ബീറ്റിൽസും അബ്ബ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഇതിൻ്റെ സംഗീത ശേഖരം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. എന്നെയും കൂടെ കൂട്ടുമായിരുന്നു. അത് ആ സമയത്ത് ഇംഗ്ലീഷ് ഈ പറഞ്ഞ പോപ്പ് മ്യൂസിക്കിനെ പറ്റിയിട്ട് ഒരു വിവരമോ അതിനോട്ട് എക്സ്പോഷറോ ഇല്ലാത്ത ആളായിരുന്നു. മാത്രമല്ല ഇത് കേൾക്കുമ്പോൾ അതിലെ വരികളൊന്നും മനസ്സിലാവാറുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പാടുകൊണ്ട് തന്നെ പല വരികളൊക്കെ പഠിപ്പിച്ചിരുന്നു. അത്ര ഫലം കണ്ടില്ലെങ്കിലും ഒരുപാട് പല വരികളും ഇപ്പോഴും കാൻ യു ഹിയർ മീ ഫെർണാണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പാട്ടുകൾ, സ്റ്റെവി വണ്ടർ എന്നുള്ള അന്തഗായകൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഐ ജസ്റ്റ് കോൾ ടു സേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പാട്ട് ഞാൻ ഇപ്പോഴും ഒരുപാട് ഓർമ്മിക്കുന്നുണ്ട്. ഒരുപാട് സമയം അപ്പം സംഗീതത്തോടുള്ള ആഭിമുഖ്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഉപയോഗ സാധ്യതകൾ വാസൻ സാർ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ സംഗീതം ഒരുപാട് നൂറുകണക്കിന് 1000-ലധികം പാട്ട് പാടിയെന്നാണ് അങ്ങനെ. അപ്പോൾ അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ സംഗീതത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിരുചിയും കാര്യങ്ങളും. അപ്പോൾ എന്തായാലും ഈ വെള്ളായണി ദിനങ്ങളെ സമ്പുഷ്ടമാക്കിയതിൽ ഇതിനുശേഷം കോളേജ് ദിനങ്ങൾക്ക് ശേഷം ഔദ്യോഗിക ജീവിതത്തിലായാലും ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മ വളരെ ശക്തമായി തന്നെ തുടരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇടുക്കിയിൽ മൂന്നാർ പോയപ്പോഴും വയനാട് ആദ്യമായിട്ട് മുള്ളംകൊല്ലിയിൽ പോയപ്പോഴും നിലമ്പൂരിനടുത്ത് കാളികാവിൽ പോയപ്പോഴൊക്കെ ഞാനൊക്കെ പുറകെ പല ദിനങ്ങളിലും ഒന്നിച്ച് പോയിരുന്നു. അതുകൂടാതെ കൊച്ചിയിലൊക്കെ അല്ലേ, കൊച്ചിയിലും തിരുവനന്തപുരത്തുള്ള ഒരുപാട് ദിവസങ്ങൾ സൗഹൃദത്തിൻ്റെ ആഘോഷങ്ങളായിരുന്നു, വലിയ ഉത്സവങ്ങളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. സാജനും ഞങ്ങളൊക്കെ ഒരു ദിവസം എനിക്കൊന്ന് കൊച്ചിയിലെ ഒരു ദിവസം മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ പല രീതിയിൽ ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്കൊന്ന് ആ കുനീടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഏകാഗിയും ഈ പറഞ്ഞതുപോലെ എന്താണ് ഒരു സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ വലിയ ശുഭാപ്തി വിശ്വാസമൊന്നും കാണിക്കാതെ പെസിമിസത്തിലേക്ക് പോകുന്ന ഒരാളാണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ സാമൂഹ്യ ഇടപെടലുകൾ ഇപ്പോഴും നടത്തുന്ന ഒരാൾ തന്നെയാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, അദ്ദേഹം ഭാര്യ ശാന്തിയും കൂടി പുതുപ്പാടി മേഖലയിലെ കർഷകർക്ക് വേണ്ടി സാന്ത്വന എന്നുള്ളൊരു സംഘടന രൂപീകരിച്ചിട്ട് അവർക്ക് സേവനം നൽകുന്നതിലൊക്കെ വ്യാപൃതനായിരിക്കുകയാണ് ഇപ്പോഴും. സാന്ത്വനയിലെ കർഷകരായിട്ടുള്ള അംഗങ്ങളൊക്കെ പുസ്തക പ്രകാശത്തിന് ആശംസ നേർന്നിട്ട് ഒരുപാട് സന്ദേശങ്ങളൊക്കെ ഇതിനകം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ, ഔദ്യോഗിക ജീവിതത്തിൻ്റെ സാധ്യതകളൊക്കെ ജനോപകാരപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനും കൂടി ഈ അന്തസംഘർഷം നേരിടുന്ന ഈ ഏകാന്തതയുടെ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ ഈ പറയുന്ന തലങ്ങളും സ്വയം ഭാഷണം നടത്തുന്നതിനിടയിലും തൻ്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൻ്റെ കാര്യത്തിലൊക്കെ എപ്പോഴും ഒരു ജനങ്ങളോട് ആഭിമുഖ്യം കാണിക്കുന്ന ഒരാളായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ എപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇതിനകം സൂചിപ്പിച്ചതുപോലെ വ്യക്തി ജീവിതത്തിൻ്റെ ആയാലും ഔദ്യോഗിക ജീവിതത്തിൻ്റെ ആയാലും സാമൂഹിക ഇടപെടലിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് സന്തോഷങ്ങളുടെ, വ്യസനങ്ങളുടെ, അന്തസംഘർഷങ്ങളുടെ, ആശയക്കുഴപ്പത്തിൻ്റെ ഒക്കെ അനുഭവങ്ങളുടെ വലിയൊരു നിധി ശ്രീ സഞ്ജീവിന് കൈവശം ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്വന്തം ജീവിതത്തെക്കുറിച്ചിട്ടുള്ള തത്വചിന്തയും അതിനെ ന്യായീകരിക്കുന്നതിനും അതിനെ പലതിലും സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ആശയക്കുഴപ്പം മനസ്സിലുണ്ടാകുന്നു. ഇതൊക്കെ കൂടിയിട്ടുള്ള അനുഭവ തലങ്ങൾ ഇനിയും കൂടുതൽ സൃഷ്ടികൾ നമ്മുടെ സഞ്ജീവനിൽ നിന്നും ഉണ്ടാവും, അത് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇങ്ങനെ എന്താണ് അരസികന് കൂടി ഇതിനകത്ത് അവസരം തന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും തരുന്നു. നന്ദി, നമസ്കാരം.